യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ധ്യ ഗോസ്മി, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് ജിജിൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 ഇത്രയും നാൾ സാക്ഷ്യം പറയാൻ വൈകിയതിൽ അമ്മയോട് കോടാനുകോടി മാപ്പ് അപേക്ഷിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയുമ്പം ഏറ്റവും പെർഫെക്റ്റായിട്ട് പറയണം. അതിനുശേഷം എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് എൻ്റെ അമ്മയെ എൻ്റെ ഒരു കുറവ് കൊണ്ട് ആരും കുറ്റം പറയരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് ഒരു പത്രം എൻ്റെ അപ്പച്ചിയുടെ മോള് തന്നതാണ്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ചു നോക്കുമ്പോൾ രോഗസൗഖ്യം ലഭിച്ച സാക്ഷ്യമാണ് കിടന്നത്. അത് വായിച്ചിട്ട് അന്നത്തെ എൻ്റെ ബുദ്ധിയിൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മനസ്സുകൊണ്ട് പുച്ഛിച്ചു. ഇതൊക്കെ സംഭവിക്കുമോ? കള്ളമാണോ എഴുതി വെച്ചേക്കുന്നത്? ഈ ടൈമിൽ ആർക്കെങ്കിലും ഇതൊന്ന് കണ്ടുപിടിക്കണം തോന്നിയാൽ അവർ കണ്ടുപിടിച്ച് സത്യം പുറത്തു കൊണ്ടുവരില്ലേ? മുഴയൊക്കെ അങ്ങനെ അപ്രത്യക്ഷമായി പോകുന്നൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു. അതിന് അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് അസുഖം പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു പത്രം കൊണ്ടുപോയി പ്രാർത്ഥിക്ക്. അപ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പത്രം കൊണ്ടുപോയി. ഞാൻ ആ പത്രത്തെ ബഹുമാനിച്ചു. അമ്മയെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കൃപാസനത്തിൽ ഒരമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ആ അമ്മയുടെ വാക്ക് ആ അമ്മയുടെ നാമം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ ആ അമ്മ കൂടെ ഉണ്ടാകുമെന്നും എനിക്ക് എൻ്റെ ജീവിതമാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത്. ഈ സാക്ഷ്യം ഇവിടെ നിർത്തി എൻ്റെ അമ്മ പറയിക്കുന്നത് ഭാഗ്യമില്ലാത്തത് കൊണ്ട് ജീവിതത്തിലൊന്നും നടക്കുന്നില്ല എന്ന് കേട്ടിട്ടുള്ളവർക്ക് വേണ്ടിയും അങ്ങനെ നിങ്ങളടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം ഒരു പ്രാവശ്യമെങ്കിലും മനസ്സ് വിഷമിച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ ജീവിതം ഇരുട്ടിൽ കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോട് പറഞ്ഞത് എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ അമ്മ എന്നല്ലേ വിളിച്ചത്? ഞാൻ നിൻ്റെ മോളല്ലേ? നിന്നെ ഈ ലോകം ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ എന്നല്ലേ വിളിക്കുന്നത്? അമ്മ നിനക്കുള്ള ഭാഗ്യത്തിൻ്റെ 0.0001% ഭാഗ്യം എനിക്ക് തന്നാൽ മതി, എൻ്റെ ജീവിതം മാറി മറിയുമെന്ന് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞാണ് എൻ്റെ അമ്മയോട് ഞാനത് ചോദിച്ചത്. ആ ഭാഗ്യം ഞാൻ ചോദിച്ചു. ഞാൻ UK നിന്ന് ലീവിന് വന്ന് ഈ സാക്ഷ്യം പറയുകയാണ്. ഒരു ജോലി കിട്ടാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. ഈ ഒരൊറ്റ വചനത്തിലാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഞാൻ UK ചെന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന വാക്ക് യു ആർ വെരി ലക്കി. ഒത്തിരിയും ഫോറിനേഴ്സായിട്ടുള്ള ആൾക്കാർ എന്നോട് പറയും എനിക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന്. ഞാൻ ഓരോ പ്രാവശ്യവും വിചാരിക്കും എൻ്റെ മാതാവേ, ഭാഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ എത്ര പേരെ കൊണ്ടാണ് ഞാൻ ഏറ്റവും വെരി ലക്കി എന്ന് പറയിക്കുന്നത്? ഉള്ളിൽ ഞാൻ കരയും, അവരെ നോക്കി ഞാൻ ചിരിക്കും. അവർക്കറിയില്ല എൻ്റെ ഭാഗ്യം എനിക്ക് ആര് തന്നതാണെന്ന്. പക്ഷേ ഞാൻ എല്ലാവരോടും പറയും ഞാൻ അൺലക്കി ആയിരുന്നു. ഞാനൊരു മാതാവിനോട് ചോദിച്ചതാണ് ഈ ഭാഗ്യം. ഞാൻ നിങ്ങളോടും പറയുന്നു, ഞാൻ 0.001% ചോദിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം ഭാഗ്യം എൻ്റെ അമ്മയുടെ കയ്യിലിരിപ്പുണ്ട്. അത് നിങ്ങൾ ചോദിക്കണം, എൻ്റെ അമ്മ തരും. ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. UK പോയിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് പുറത്തു പോയി എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി തന്നത് അമ്മയാണ്. ആഗ്രഹമേ ഒന്നുമില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ, ജീവിതം ഇരുട്ടിലാണ്. അമ്മയോട് ഇവിടെ വന്ന് ഞാൻ ചോദിച്ചത് എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന കൊച്ചു കൊച്ചു വാതിലുകൾ തുറന്നു തരണേന്നാണ്. അമ്മ എനിക്കൊരു കോട്ട വാതിലാണ് തുറന്നിട്ട് തന്നത്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാനൊരു നല്ല ഡ്രൈവറല്ല. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അമ്മ എന്നെ UK കാർ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കി. എന്നെ അറിയുന്ന ഒറ്റ മനുഷ്യരും വിചാരിച്ചിട്ടില്ല ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുമെന്ന്. നല്ല ഡ്രൈവേഴ്സായിട്ടുള്ള ആൾക്കാർ 4-5 തവണ ഫെയിലായി നിൽക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ ആരും വിചാരിച്ചിട്ടില്ല ഞാൻ പാസ്സാവുമെന്ന്. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ടെസ്റ്റ് സെൻറ്ററിലെത്തി എന്നോട് എൻ്റെ കൂടെ വന്ന ആൾ ചോദിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റാണ്, എനിക്കിനി ഇവിടെ വരണ്ട. അത് ഞാൻ എൻ്റെ അമ്മയുടെ വിശ്വാസത്തിൽ പറഞ്ഞതാണ്. ടെസ്റ്റിന് മുമ്പ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, അമ്മ മാതാവ് എനിക്ക് വേണ്ടി സ്റ്റിയറിംഗ് പിടിക്കണം, വളയം പിടിക്കണം. അത് ഞാനിവിടെ ഒരു സാക്ഷ്യത്തിൽ കേട്ടതാണ് അങ്ങനെ. അപ്പം ഞാൻ ഓടിക്കുമ്പോഴും എപ്പോഴും അമ്മയോട് അത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. എല്ലാവർക്കും ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് റിവേഴ്സ് പാർക്കിംഗ് ഒക്കെ കൊടുക്കാറ്. ഞാൻ ടെസ്റ്റിന് മുമ്പ് എൻ്റെ അടുത്ത് കിടന്ന കാറുകളെല്ലാം ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ എക്സാമിനർ എന്നോട് ഫസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിൻ്റെ 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രോപ്പറായിട്ട് ഒന്ന് റിവേഴ്സ് പാർക്കിംഗ് പ്രാക്ടീസ് ചെയ്തത്. അതും എല്ലാം കുളമായിരുന്നു. ഇത് കയറിയിരുന്ന് മുന്നോട്ട് പോകാൻ പറഞ്ഞ് എന്നോട് ഒറ്റ സെക്കൻഡ് കൊണ്ട് പുള്ളി പറയുവാണ് റിവേഴ്സ് പാർക്കിംഗ് ചെയ്തിട്ട്
ബാക്കി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് റിവേഴ്സ് പാർക്കിംഗ് അറിയില്ല എന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടി അമ്മ മാതാവ് റിവേഴ്സ് പാർക്കിംഗ് ചെയ്യണം. ഞാൻ വളരെ ഒരു 200% പെർഫെക്റ്റായിട്ടാണ് റിവേഴ്സ് പാർക്കിംഗ് ചെയ്ത് ലൈൻസിൻ്റെ അകത്ത് ഞാൻ പാർക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല. ഞാൻ ന്യൂട്രലിട്ട് ഒന്നുകൂടെ ഫോർവേഡ് എടുത്ത് ബാക്കിലിടാമെന്ന് പറഞ്ഞ് ന്യൂട്രൽ എടുത്തപ്പോൾ തന്നെ എൻ്റെ എക്സാമിന് പറഞ്ഞു ഇനി പോകാമെന്ന്. ഞാൻ അതിശയോക്തിയോട് ചോദിച്ചു, ഇത് കഴിഞ്ഞോ? പുള്ളി പറയാം യെസ് കഴിഞ്ഞു, പൊക്കോന്ന് പറഞ്ഞു. പുള്ളിക്കും ഇതെന്താ ഒരു ടെസ്റ്റിന് വന്ന ആളിങ്ങനെ ചോദിച്ചെന്ന് പുള്ളിയും ഞെട്ടിപ്പോയി കാണും. ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ് എൻ്റെ സീറ്റിൻ്റെ പുറകിലും എൻ്റെ എക്സാമിന് ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാസ്സായതിന് ശേഷം 20 വർഷമൊക്കെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരു 4-5 തവണ ഫെയിലായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പാസ്സായി എൻ്റെ അനുഭവം പറഞ്ഞപ്പോഴത്തേക്കും വിശ്വാസമായി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി ഉപ്പും പത്രവും ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ആ പുള്ളിയും നെക്സ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അതുപോലെ എൻ്റെ കൊളീഗ്സ് ഒരുപാട് പേര് ഫെയിലായിട്ടുള്ളവർ പാസ്സായി. അവർക്കെല്ലാം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അതും കൊണ്ടാണ് ടെസ്റ്റിന് പോയത്. പിന്നെ UK പോകുന്നതിന് മുന്നേ IELTS എക്സാം അത് എഴുതുന്നതിനൊരു 15 ദിവസം മുന്നേ എനിക്ക് കൊറോണ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ നോക്കി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ എന്ത് ചേട്ടെന്നറിയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഫെയിലാവണമെങ്കിൽ ഫെയിലാവട്ടെ, പോയി എഴുതാൻ പറഞ്ഞു. കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ബസ്സിൽ ഞാൻ പോയത്. ആ സമയത്ത് കണ്ടക്ടർ വന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയതും പുള്ളി പറഞ്ഞത് കോൺഫിഡൻസോടുകൂടി സംസാരിച്ചതുകൊണ്ടാണ് പുള്ളിക്കൊരു ലോൺ പാസ്സായെന്നാണ്. അപ്പം അതെനിക്ക് സ്പീക്കിങ്ങിന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പം ആ ഒരു വാക്ക് എനിക്ക് അമ്മ എന്നോട് കോൺഫിഡൻസോടുകൂടി പോകണമെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പീക്കിങ്ങിന് പോകുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയ ഒരു ടോപ്പിക്കാണ് എനിക്ക് കിട്ടിയത്. അതും എക്സാമിനർ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് എനിക്കൊരു അമ്മച്ചിയെ തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന്. കാരണം ഞാനൊരു മെയിൽ എക്സാമിനറെ കണ്ടു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു അമ്മച്ചിയെ തരണം. അപ്പോൾ അതുപോലെ ഒരു അമ്മച്ചിയാണ് എൻ്റെ എക്സാമിനറായിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. ടോട്ടൽ സ്കോർ 7 നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുവിധം പേര് വിശ്വസിക്കത്തില്ല, പക്ഷേ സത്യം അതാണ്. ഞാൻ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞ് പോയിരുന്ന് എഴുതിയതാണ്. ഞാൻ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. കൂടെ ഉണ്ടായിരുന്നവർക്ക് വേണ്ടിയും അന്ന് എൻ്റെ അടുത്തിരുന്ന കുട്ടി എന്നോട് പറഞ്ഞു ഇത് അലൗഡാണോ? പുള്ളിക്കാരി എടുത്തിട്ടില്ല, ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു. എന്തായാലും ഞാൻ പാസ്സായി. അതിൽ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആ കഴിവും കൊണ്ട് ഞാൻ കുറേ നാൾ എൻ്റെ ജീവിതം ഇരുട്ടിലായിരുന്നു. ആ കഴിവൊന്നും എനിക്ക് ഉപയോഗപ്പെട്ടില്ല. ഒരു 0 എന്നല്ല, നെഗറ്റീവെന്ന് ഇവിടെ നിന്ന് പറയാനുള്ള ഒരു ഭാഗ്യമാണ് മാതാവ് എനിക്ക് തന്നത്. യോഗ്യത ഒന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയൊക്കെ ജോലി കിട്ടിയെന്ന് വെച്ചാൽ എനിക്കൊരു യോഗ്യതയില്ല. എൻ്റെ മാതാവ് എന്നെ വിളിച്ചുണർത്തി അങ്ങോട്ട് ജോലിക്ക് വിട്ടു. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത സാക്ഷ്യം, എൻ്റെ വിവാഹം ഈ ലാസ്റ്റ് 20th എൻ്റെ മാരേജ്. എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ അമ്മയോട് എനിക്ക് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് എനിക്ക് നല്ലതാണെങ്കിലേ എനിക്ക് തരാവുള്ളൂ എന്ന്. എൻ്റെ അമ്മ അതുപോലെ ഏറ്റവും നല്ല ഒരു ജീവിത പങ്കാളി, എൻ്റെ അമ്മയുടെ അടുത്ത് എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്ന ഒരു ജീവിത പങ്കാളിയാണ് അമ്മ തന്നിരിക്കുന്നത്. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഡ്രൈവറല്ല, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഓരോ കാര്യത്തിലും എന്നെ കൂട്ടുപിടിച്ച് എൻ്റെ കൂടെ നടന്ന് എന്നെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ട് നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തരുന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെ കിട്ടാൻ എൻ്റെ അമ്മയുടെ ഒരു മാധ്യസ്ഥമല്ലാതെ വേറൊരു യോഗ്യതയും എനിക്കില്ല. കാരുണ്യപ്രവർത്തനം ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നവരെ ഞാൻ ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കൊളീഗ്സിനായാലും എനിക്ക് പരിചയം ഇല്ലാത്തവരായാലും ഉള്ളവരായാലും ഞാൻ പത്രം ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോയി ഞാൻ കൊടുക്കാറുണ്ട്. കാണുന്നവരോടെല്ലാം സംസാരിക്കാൻ സമയം ഉള്ള സാഹചര്യങ്ങളിൽ സംസാരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാതാവിനെക്കുറിച്ച് ഞാൻ പറയും, മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. ഹിന്ദുവായിട്ട് എങ്ങനെ മാതാവിനെ, ദൈവത്തെ, യേശുദേവനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കും. അത് ഞാൻ ചെറുതിലേ മുതൽ കണ്ട് വളർന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, അവർ ലേഡി ഓഫ് മെസ്സിയ സെക്കൻഡറി സ്കൂൾ. അവിടെ മാതാവിൻ്റെ കുരിശടിയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്കറിയില്ല കൃപാസനത്തിൽ ഇങ്ങനെ എനിക്കും കൂടെ വേണ്ടിയിട്ട് ഒരമ്മ പ്രത്യക്ഷപ്പെട്ട്
അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരാൻ, പ്രൊട്ടക്റ്റ് ചെയ്തു പോകാൻ, ജീവിതത്തിൽ ഇങ്ങനെ ദുരിത അവസ്ഥകളിൽ കഴിയുമ്പോൾ നമ്മളെ കൈപിടിച്ച് കൊണ്ട് നടക്കാൻ ഒരു അമ്മ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, സംസാരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലേറ്റവും വലിയൊരു അനുഗ്രഹം എന്നെ സങ്കടപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ട്, സങ്കടപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല, ശത്രു എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നു. അത് നമ്മൾ ക്ഷമിച്ചു എന്ന് പറയും, നമ്മൾ ഉടമ്പടിയിൽ വെക്കുമ്പോഴും ശത്രുക്കളോട് ക്ഷമിച്ചു എന്ന് പറയും. പക്ഷേ ഒരു ദിവസം എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവർക്ക് നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ശരിക്കും ക്ഷമിച്ചിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാരം അങ്ങ് ഒഴിഞ്ഞു പോയി, അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ നിമിഷമാണ് എൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തന്നതെന്ന്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഉപ്പ്, തൈലം ഞാൻ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് പുരട്ടി കിടക്കാറുണ്ട്. അതിൽ രോഗസൗഖ്യം കിട്ടിയത് ഒരാളുടെ കൈക്ക് മൊബിലിറ്റി കുറവാണ്, വലത്ത് ഹാൻഡിൻ്റെ മൊബിലിറ്റി കുറവാണ്. അത് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞത്, അത് ഒരു ചാൻസും ഇല്ല, കാരണം മെഡിസിൻസൊക്കെ ഒരുപാട് എടുക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, എൻ്റെ കൈ നല്ല സുഖമായി, നിൻ്റെ പ്രാർത്ഥന ഏറ്റു, നിൻ്റെ മാതാവിന് നല്ല ശക്തി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഫോറിനറായിട്ടുള്ള ഒരാളാണ്. കൈക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി വന്നു, വേദന കുറഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ശരീരത്തിനൊക്കെ വേദനയുള്ള ആളാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കൈ, അതിന് ഒരു ആശ്വാസം കിട്ടിയപ്പോൾ ഭയങ്കര വിശ്വാസമായിരുന്നു. നീ പ്രാർത്ഥിച്ചതിന് നന്ദി എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ അവിടെ ഫുഡ് ബാങ്കിൽ ചാരിറ്റി ബോക്സിൽ ഫുഡ് വാങ്ങി ഡൊണേറ്റ് ചെയ്യും. നാട്ടിൽ പറ്റുന്ന രീതിയിലൊരു ചെറിയ സംഭാവന വൃദ്ധസദനത്തിൽ കൊടുക്കാറുണ്ട്. ആ മാതാവ് എനിക്ക് അവിടെ ഒരു വണ്ടി വാങ്ങാനുള്ള കൃപ തന്നു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പോയപ്പോൾ എനിക്കൊരു കാറ് ഒരാൾ നൽകി അനുഗ്രഹിച്ചു. അതൊക്കെ ഒരു അന്യനാട്ടിൽ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. നമ്മുടെ സ്വന്തക്കാർ പോലും അറിയുന്നവർ പോലും ചെയ്യുന്ന കാര്യമല്ല. അവിടെ ചെന്നപ്പോഴും എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. ഒരു ഫ്രണ്ട് ഉള്ളത് ഒത്തിരി ദൂര സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഓരോ ആവശ്യത്തിനും മാതാവ് ഓരോരുത്തരെ കരുതിയിരുന്ന് എനിക്ക് വേണ്ടിയിട്ട് ആ കുടുംബത്തെ എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ മാതാവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇനി തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുകുമാരനും ദൈവത്തിനും കോടാനുകോടി നന്ദി. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വചനമാണ്. തളർന്നവർക്ക് ബലം നൽകുന്ന ദൈവം, മനസ്സ് തളർന്നവർക്ക്, ഭാഗ്യമില്ലാത്തവർക്ക്, എല്ലാം ഭാരമായി തോന്നുന്നവർക്ക്, എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് തോന്നുന്നവർക്ക്, ജോലിയുടെ സമ്മർദ്ദങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയൊക്കെയാണ് നമ്മെ തളർത്തുന്നത്. ഒരുപക്ഷെ വചനം പറയുന്നത്, ഉടമ്പടിയിൽ നിൻ്റെ ക്ഷീണം ദൈവത്തിന് സമർപ്പിക്കാനാണ്. നമ്മുടെ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ ഈശോയും അമ്മയും തുറന്നു തരുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മുടെ ആന്തരിക ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ ഭാഗ്യമില്ലാത്തവൾ എന്നാണ് ഈ മകൾക്ക് കരുതിയത്. ബിന്ധ്യ ഗോസ്മിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും സ്നേഹം അടുത്തെറിഞ്ഞ ഒരു മകളാണെന്നാണ്. കാരണം അടഞ്ഞ വാതിലുകൾ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഒരു വലിയ കോട്ടയാണ് തുറന്നു തന്നതെന്നാണ് ഈ മകളുടെ സാക്ഷ്യം പറയുന്നത്. പിന്നീട് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് UK നിന്നാണ് ഈ മകളിന്ന് വരുന്നത്. അതായത് എല്ലാ അനുഗ്രഹങ്ങളും തകർന്ന ജീവിതത്തിൽ ലഭിച്ച ഒരു മകളാണ്. അടഞ്ഞു കിടന്ന വാതിലുകൾ തുറന്നു കൊടുത്ത ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുവാനാണ് ഇന്ന് ഈ മകൾ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വരുന്നത്. ആദ്യമായിട്ട് വന്നപ്പോൾ നല്ലൊരു ജോലി കിട്ടി, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ UK ജോലി ചെയ്യുന്നു. അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. അവിടെ ചെന്നപ്പോൾ സാക്ഷി കൂടാരത്തിൽ വെച്ച് എന്നോട് പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമേ റെയിൻബോ ആണ് കണ്ടത്, അത് അമ്മയുടെ സാന്നിധ്യമാണ്, അത് അമ്മ തന്നെ തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായെന്നാണ്. പിന്നീട് വന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ മൾക്ക് അത്ര വലിയ ജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഈ മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. അത് കണ്ടുകൊണ്ട് തന്നെയാണ് കൂട്ടുകാരും 4-5 പ്രാവശ്യം എഴുതിയ കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്കും വിശ്വാസം വന്നു. അവരും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ഫലമായി അവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന വിവാഹ കാര്യമായിരുന്നു, പല തടസ്സങ്ങളുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. ഈ മകള് ഈ സമയത്ത്
പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹത്താലാണ് കാനായിലെ കല്യാണത്തിൽ എന്ന പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അവർക്ക് വേണ്ടത് ആവശ്യമുള്ളത് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയാണ് അവരോട് ചെന്ന് പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നത്. ജോസഫ് അച്ഛന് സ്വപ്നത്തിൽ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പാസ്സാകുമെന്നുള്ള ബ്ലസ് ചെയ്യുന്നതായിട്ടാണ് ഈ മകളെ കാണാൻ സാധിച്ചെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം വചനം പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. കാരണം ലോകം എന്തു പറഞ്ഞാലും നമ്മളെ ലജ്ജിപ്പിച്ച് പല രീതിയിലും നമ്മളെ തളർത്തിയാലും പക്ഷേങ്കിൽ ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ്. ചെറിയ വാതിൽ ചോദിക്കുമ്പോൾ വലിയ കോട്ട തന്നെ തുറന്നു തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന അമ്മ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നാണ് മർക്കോയുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം പറയുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നത് എന്തും കിട്ടുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനം പറയുന്നത്. നമുക്കും പൂർണ്ണ വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം, ഈ മകൾക്ക് കിട്ടിയ വിവാഹത്തിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴും വരാനുള്ളവൻ വരും താമസിക്കില്ല എന്നുള്ളൊരു വചനമാണ് ഈ മകൾക്ക് കിട്ടിയത്. നമ്മൾ ദൈവത്തോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു, വ്യക്തികളിലൂടെ നമ്മൾ സംസാരിക്കുന്നു. ഓരോ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം പല വ്യക്തികളിൽ കൂടിയാണ് മനസ്സിലാക്കിയത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും വിശ്വാസ പ്രമാണവും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യമാണ് ബിന്ദിയ നമ്മളോട് ഷെയർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. പരീക്ഷണങ്ങളുണ്ടാകാം, പക്ഷേ ആശ്രയം വിട്ടുകളയാതെ ദൈവത്തിൽ രക്ഷയും അനുഗ്രഹവും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ നമുക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിന്ദിയയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.